Dear students, a warm welcome. This is a continuing video that is about guarantee. ഇപ്പം നമ്മൾ ഗ്യാരണ്ടിയാണ് എത്ര നേരം പഠിച്ചത്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഡിസ്ചാർജ് ഓഫ് ഷ്യൂറിറ്റി ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഡിസ്ചാർജ് ഓഫ് ഷ്യൂറിറ്റി. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് ഷ്യൂറിറ്റി നിൽക്കുന്നു, അതായത് ബാങ്കിൽ നിന്ന് ഒരാൾ കടം വാങ്ങുമ്പം നിങ്ങൾ പറയാണ് ശരി അയാൾ അടച്ചില്ല ഞാൻ അടയ്ക്കാം, അപ്പോൾ നിങ്ങളാണ് ഷ്യൂറിറ്റി. അപ്പോൾ നിങ്ങൾക്ക് വലിയ ടെൻഷനുള്ള കാര്യമാണ്, വലിയ ഹെഡേക്കാണ്. എപ്പോഴാണ് എന്തെങ്കിലും ഡിസ്ചാർജ് ആവുക? ഡിസ്ചാർജ് നിങ്ങളുടെ ഇതിൽ നിന്ന് മോചനം എപ്പോഴാണ്? ഡിസ്ചാർജ് എന്ന മോചനം. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ഷ്യൂറിറ്റി 10 കൊല്ലത്തെയൊക്കെ നിങ്ങൾ ഹൗസിംഗ് ലോണിനൊക്കെ നിങ്ങൾ ഷ്യൂറിറ്റി 10 കൊല്ലം നിങ്ങൾക്ക് ഹെഡേക്ക് ഉണ്ട്. അയാൾ അടച്ചില്ല നിങ്ങൾക്ക് നോട്ടീസ് വരും, നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് വലിയ ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴാണ് ഡിസ്ചാർജ് ആവാൻ നോക്കാം. 3 വിധത്തിൽ ഡിസ്ചാർജ് ആവും നമുക്ക് നോക്കാം. 1. By revocation of contract of guarantee. By revocation of contract of guarantee. രണ്ടാമത്തത് by conduct of the creditor. മൂന്നാമത്തത് by invalidation of the contract of guarantee. ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് തരും, അത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ടേബിൾ ഇതിൻ്റെ നോട്ട് ഈ വീഡിയോൻ്റെ ചോട്ടിൽ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ അതാണ് 3 എണ്ണം. അപ്പോൾ റിവൊക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് നോക്കാം. റിവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ ചെയ്യുന്നതാണ് റിവോക്ക്. അപ്പോൾ അത് റിവൊക്കേഷനിൽ ഒന്നാമത്തെ പോയിൻ്റ് എഴുതി വെക്കണേ കുട്ടികളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരില്ല. റിവൊക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ നോട്ടീസ്. റിവൊക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കുറേ ഗ്യാരണ്ടി ഞാൻ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 കൊല്ലത്തേക്ക് ഒരു 10 ലക്ഷം ഉറുപ്പ്യക്ക് ഞാൻ ഗ്യാരണ്ടി നിന്നു എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് ഒരാൾ പോയി സാധനം ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട്, നിങ്ങളുടെ ഗ്യാരണ്ടീൻ്റെ മേലെയാണ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ 5 കൊല്ലത്തേക്ക് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി 10 ലക്ഷത്തിന് കൊടുത്തതാണ്. അത് നിങ്ങളിപ്പം ആ അയാളെ ആർക്കാണോ സപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ, അയാൾക്കോട് നിങ്ങൾ തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. അതാണ് റിവോക്ക് ചെയ്യാന്ന് പറയുന്നത്. റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ നോട്ടീസ്. അപ്പോൾ വേഗം ഷോപ്പ് കീപ്പർ പോയി നോട്ടീസ് കൊടുക്കുക. അതാ ഇന്നത്തെ ദിവസം മുതൽ ഇനി ഭാവിയിൽ ഞാൻ അയാൾ തമ്മിൽ തെറ്റിയിരുന്നു, നിങ്ങൾ ഒറ്റ പൈസേൻ്റെ സാധനം അയാൾക്ക് കൊടുക്കരുത് എന്ന് എഴുതിയ നോട്ടീസ്, റിട്ടേൺ നോട്ടീസ് കൊടുക്കാം. റിട്ടേൺ നോട്ടീസ് കൊടുത്തിട്ട് അയാൾ പിന്നെ അതിൻ്റെ ശേഷം ആ നോട്ടീസ് കൊടുത്തതിൻ്റെ ശേഷമുള്ള എന്ത് സപ്ലൈ ചെയ്താലും ഷ്യൂറിറ്റിക്ക് ഒരു ബാധ്യതയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? റിവൊക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ നോട്ടീസ് എന്ന് എഴുതും. സെക്ഷൻ 130. The continuing guarantee may be revoked എന്ന് പറഞ്ഞാൽ cancel at any time by the surety as to future transaction. ഭാവിയിലുള്ള ഇടപാടുകൾ, അതിൻ്റെ ആദ്യം ഓൾറെഡി കഴിഞ്ഞ ഇടപാടൊന്നും റിവോക്ക് ചെയ്യാൻ പറ്റില്ല. ഭാവിയിലെ ഇടപാടുകൾ, ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ബൈ നോട്ടീസ് ടു ദ ക്രെഡിറ്റർ. അങ്ങനെ തന്നെ പഠിക്കണം. ബൈ നോട്ടീസ്. വൺസ് ഗ്യാരണ്ടി ഈസ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്താൽ ഷുവർട്ടി ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ്. പിന്നെ ഭാവിയിൽ നിങ്ങൾ എത്ര പൈസേൻ്റെ ചരക്ക് അയാൾ പോയി വാങ്ങിയാലും ഷുവർട്ടിക്ക് യാതൊരു ബാധ്യതയില്ല. പക്ഷേ ഇത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടീൻ്റെ കാര്യമാണ് ക്യാൻസൽ ചെയ്യുന്നതൊക്കെ. സ്പെസിഫിക് ഗ്യാരണ്ടി ക്യാൻ ബി റിവോക്ഡ് ഓൺലി ഇഫ് ദ ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഹാസ് നോട്ട് എക്രൂഡ്. സ്പെസിഫിക് ഗ്യാരണ്ടി ശരിക്കും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒരു നിശ്ചിത തുകയ്ക്ക് വാങ്ങിയ സാധനത്തിന് ഗ്യാരണ്ടി നിന്നാൽ ആ ഗ്യാരണ്ടി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചരക്ക് വാങ്ങിയിട്ടുമില്ല, അയാൾ കൊടുത്തിട്ടുമില്ല, ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ലയബിലിറ്റി ഒന്നും എക്രൂ ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം. ഇതുവരെ സാധനം ചരക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അപ്പം എൻ്റെ ഗ്യാരണ്ടി എനിക്ക് ക്യാൻസൽ ചെയ്യണം, അങ്ങനെ വേണം ക്യാൻസൽ ചെയ്യാം. പിന്നെ രണ്ടാമത്തത് റിവൊക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ ഷ്യൂറിറ്റീസ് ഡെത്ത്. എഴുതിക്കോളൂ കുട്ടികളെ, സെക്ഷൻ 131. റിവൊക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ബൈ ഷ്യൂറിറ്റീസ് ഡെത്ത്. ഇപ്പം ഞാൻ ഒരാൾക്ക് ഗ്യാരണ്ടി നിന്നു, ഒരു 5 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി നിന്നു. 1 കൊല്ലമായപ്പോൾ ഞാൻ മരിച്ചുപോയാൽ പിന്നെ മരണശേഷം എൻ്റെ ഗ്യാരണ്ടി നിലനിൽക്കില്ല, അത് പോയി. എൻ്റെ മരണശേഷം എത്ര ചരക്ക് സപ്ലൈ ചെയ്താലും എൻ്റെ സ്വത്തുക്കൾ ഉത്തരവാദിയല്ല. പക്ഷേ ഓൾറെഡി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്താണ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാൻ എൻ്റെ സ്വത്തുക്കൾ എൻ്റെ സ്വത്തുക്കൾ വേണമെങ്കിൽ ജപ്തി ചെയ്ത് വിൽപ്പിച്ചാൽ അവർക്ക് വസൂലാക്കി എടുക്കാം. പക്ഷെ മരണശേഷമുള്ള മരണശേഷം എന്തെങ്കിലും ബാധ്യത വന്നാൽ അതിന് മരിച്ച ആളുടെ ഷ്യൂറിറ്റിക്ക് യാതൊരു ഉത്തരവാദിയല്ല, മരിച്ച ആളുടെ സ്വത്തുക്കൾ ഉത്തരവാദിയല്ല.
പിന്നെ മൂന്നാമത്തത് ദാറ്റ് ഇസ് നൊവേഷൻ. അത് സെക്ഷൻ 62 കോൺട്രാക്ട് ആക്ടിൽ പണ്ട് പഠിച്ചതാണ്. സെക്ഷൻ 6 നൊവേഷൻ എന്ന പുതിയൊരു കരാർ. ആദ്യത്തെ കരാർ പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിൽ ആദ്യത്തെ കരാർ വേണ്ടാന്ന് വെച്ചിട്ട് അതിന് പകരം ഒരു പുതിയ കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം അതോടുകൂടിയിട്ട് ഷുവറിറ്റിക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ആവാം. അതാണ് ഈ മൂന്ന് പോയിൻറ്റ്സ്. റിവക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി മൂന്നെണ്ണം സെക്ഷൻ 130, 131 ആൻഡ് 62. അത് ഞാൻ ടേബിളിൽ കാണിച്ചു തരാം. രണ്ടാമത്തത് ബൈ ദ കോണ്ടക്റ്റ് ഓഫ് ദ ക്രെഡിറ്റർ. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി ബൈ കോണ്ടക്റ്റ് ഓഫ് ദ ക്രെഡിറ്ററുടെ സ്വഭാവം കൊണ്ട്, ക്രെഡിറ്ററുടെ പെരുമാറ്റം കൊണ്ട് കരാറ് ഡിസ്ചാർജ് ഷുവറിറ്റി കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുക. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ക്വസ്റ്റ്യൻ വരും. 130 എന്തായാലും നിങ്ങൾക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ബികോം അങ്ങനത്തെ കുട്ടികൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനേ വരുള്ളൂ. ബൈ ദ കോണ്ടക്റ്റ് ഓഫ് ദ ക്രെഡിറ്ററിൽ ആദ്യത്തെ പോയിന്റ് ബൈ വേരിയൻസ് ഇൻ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. വേരിയൻസ് ഇൻ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കരാറുകളുടെ വ്യതിയാനം, കരാറിലെ വ്യതിയാനം, മാറ്റം. ഷുവറിറ്റീൻ്റെ അറിവോ സമ്മതമോ ഇല്ലാണ്ട് പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള കരാറിന് ചില വ്യതിയാനങ്ങൾ വരുത്തിയാൽ അതോടുകൂടി ഷുവറിറ്റി ഡിസ്ചാർജ് ആയി. ഇപ്പം ഞാൻ പോയിട്ട് ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം ഹൗസിംഗ് ലോൺ വാങ്ങി. അത് 10 കൊല്ലം അടയ്ക്കാനുണ്ട്. 10 കൊല്ലത്തെ ലോണാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ മാസം EMI ഇങ്ങനെ മെല്ലെ മെല്ലെ അടയ്ക്കുകയാണ്. ഒരു മാസം EMIക്ക് ഇപ്പം എത്ര എമൗണ്ട്, 2000 എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് ബാങ്കിൽ പോയി പറഞ്ഞു, എനിക്ക് 2000 അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഈ 2000 എന്നുള്ളതൊന്ന് കുറച്ച് തരണം, ഒരു 1500 ആക്കി തരണം എന്ന് പറയാം. പക്ഷേ പീരീഡ് അപ്പോൾ കൂടും. ഇപ്പോൾ ഈ 10 കൊല്ലം എന്നുള്ളത് 15 കൊല്ലമാവും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാരമില്ല, 15 കൊല്ലം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ബാങ്കും തമ്മിൽ ഒരു കരാർ പ്രകാരം 10 കൊല്ലത്തെ ലോൺ എഗ്രിമെൻറ്റ് 15 കൊല്ലത്തെ നീട്ടി EMIൻ്റെ എമൗണ്ട്, EMI എന്ന് പറഞ്ഞാൽ ഒരു മാസം അടയ്ക്കേണ്ട അടവ്, അതിൻ്റെ സംഖ്യ കുറച്ച്. ഇതൊന്നും ഷുവറിറ്റി അറിയില്ല. ഷുവറിറ്റി അറിയാണ്ടാണ്. ഷുവറിറ്റി 10 കൊല്ലമായി ഷുവറിറ്റീൻ്റെ തലേന്ന് ഒഴിഞ്ഞല്ലോ, സന്തോഷമായിട്ട് പോവാമല്ലോ. പക്ഷേ പിന്നീട് ഞാൻ പൈസ ഒന്നും അടയ്ക്കാണ്ടിരുന്നപ്പോൾ ഷുവറിറ്റിക്ക് നോട്ടീസ് പോയി, ഇവരടച്ചിട്ടില്ല, നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഷുവറിറ്റി ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ 10 കൊല്ലല്ലേ, അല്ല 15 കൊല്ലം, അതെപ്പോഴാണ് നിങ്ങളതൊക്കെ മാറ്റിയത്? അത് ഞങ്ങൾ അയാൾ ഇവിടെ വന്ന് ഞങ്ങൾ മാറ്റി. അതോടുകൂടി ആ ഒരൊറ്റ കാരണം കൊണ്ട് ഷുവറിറ്റീൻ്റെ ബാധ്യത മുഴുവൻ ഇല്ലാണ്ടായി. ഷുവറിറ്റി വിൽ ബി ഡിസ്ചാർജ് ഫ്രം ലൈഫ്. ഷുവറിറ്റിക്ക് മോചനം ലഭിച്ചു, ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി. അതാണ് വേരിയൻസ് ഇൻ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പോൾ നിങ്ങളെന്താ പരീക്ഷയ്ക്ക് എഴുതുക? വേർ ദർ ഇസ് എനി വേരിയൻസ് ഇൻ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ആര് തമ്മിൽ, പ്രിൻസിപ്പൽ ഡെറ്റർ ആൻഡ് ദ ക്രെഡിറ്റർ, പണം കടം വാങ്ങിയാകും ബാങ്കും, വിതൗട്ട് ഷുവറിറ്റീസ് കൺസെൻറ്റ്, ഷുവറിറ്റിയുടെ സമ്മതമില്ലാതെ, ദാറ്റ് വിൽ ഡിസ്ചാർജ് ദ ഷുവറിറ്റി. അതോടുകൂടി ഷുവറിറ്റി ഡിസ്ചാർജ് ആയി. പിന്നെ അതിൽ തന്നെ കോണ്ടക്റ്റ് ഓഫ് ദ ക്രെഡിറ്ററിൽ രണ്ടാമത്തെ പോയിന്റ് ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. അതാണ് സെക്ഷൻ 134. ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്ററിന് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് എന്നാൽ ഒരു കരാറിലൂടെ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ഇനി കേസൊന്നും കൊടുക്കുന്നില്ല, നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കരാർ എഴുതി. ഫ്രഷ് കോൺട്രാക്ട്, ന്യൂ കോൺട്രാക്ട് പ്രിൻസിപ്പൽ ഡെറ്റർ റിലീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്താൽ അതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ആര് റിലീസാവും? ഷുവറിറ്റി. അപ്പോൾ അയാൾ നിങ്ങൾ ഒഴിവാക്കി കൊടുത്തില്ലേ, ഒരു കരാർ എഴുതിയിട്ട് ഒഴിവാക്കി കൊടുത്തില്ലേ. നേരെ മറിച്ച് ഡയറക്റ്റായിട്ട് പ്രിൻസിപ്പൽ ഡെറ്റർ പേരിൽ കേസ് ഡയറക്റ്റായിട്ട് ഷുവറിറ്റീൻ്റെ പേരിലോ കേസ് കൊടുക്കാം. പക്ഷേ ഒരു കരാർ എഴുതിയാൽ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ അതോടുകൂടി പ്രിൻസിപ്പൽ ഡെറ്ററും അതോടുകൂടി ഷുവറിറ്റിയും ഒഴിവായി. പിന്നെ അതിൽ തന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഉണ്ട് കുട്ടികളെ. The surety is discharged if the creditor does any act or omission. Creditor does any act or omission എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തിയോ ഒരു പ്രവൃത്തി ചെയ്യാണ്ടിരിക്കുന്നതിനാ ഒമിഷൻ എന്ന് പറയാം. an act or omission. ഒമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാണ്ടിരിക്കുക. an act or omission, the legal consequence of which is the discharge of the principal debtor. പ്രിൻസിപ്പൽ ഡെറ്ററിന് ഡിസ്ചാർജ് ആവുന്ന തരത്തിലുള്ള ഒരു ആക്ട് ഓർ ഒമിഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഷുവറിറ്റിയോ ഡിസ്ചാർജ് ആയി. അപ്പം അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഒമിഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എൻജിനീയർ പറഞ്ഞു ഒരു 10 ലക്ഷം വീട് ഉണ്ടാക്കി കൊടുക്കാം. ഒരു എൻജിനീയർ പറഞ്ഞു ഞാൻ ബാധ്യത ഏറ്റെടുത്തു, 10 ലക്ഷം വീട് ഉണ്ടാക്കി കൊടുക്കാം.
ഹൗസ് ഓണർക്ക്. അപ്പോൾ ഹൗസ് ഓണർക്ക് ഒരു സംശയം, ഇയാൾ 10 ലക്ഷമൊക്കെ ഉണ്ടാക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ട, അയാൾ എന്തായാലും ഉണ്ടാക്കും. അയാൾക്ക് നല്ല കഴിവുള്ള മിടുക്കൻ എഞ്ചിനീയറാണ്, അയാൾ ഉണ്ടാക്കും. അയാളാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ, ഞാൻ ഷുവറിറ്റി ക്രെഡിറ്റർ എന്നാണ് വീടിൻ്റെ ഓണർ. അപ്പം പക്ഷേ പ്രിൻസിപ്പൽ ഡയറക്ടർ ഒരു കാര്യം പറഞ്ഞു, എഞ്ചിനീയർ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പക്ഷേ മരത്തിൻ്റെ എല്ലാം നിങ്ങൾ സപ്ലൈ ചെയ്യണം, അതായത് ടിമ്പർ മുഴുവൻ നിങ്ങൾ സപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു ഹൗസ് ഓണറോട്. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഹൗസ് ഓണർ ഒരു മാസത്തിനുള്ളിൽ സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഹൗസ് ഓണർ ഒന്നും ടിമ്പർ സപ്ലൈ ചെയ്തേയില്ല. ഹി മേക്സ് ആൻ ഒമിഷൻ, വീഴ്ച വരുത്തി. അപ്പം അങ്ങനെ വീഴ്ച വരുത്തി അയാൾ മരം കൊടുക്കാത്തതുകൊണ്ട് എഞ്ചിനീയർക്ക് വീടുണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ എഞ്ചിനീയർ വീടുണ്ടാക്കിയില്ല. അപ്പോൾ അയാൾ എന്നോട് പറയാം, എഞ്ചിനീയർ വീടുണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണോ കുട്ടികളെ? വേണ്ട. എന്താ വെച്ചാൽ നിങ്ങളൊരു ഒമിഷൻ നടത്തി, ക്രെഡിറ്റർ ഒമിഷൻ നടത്തിയാൽ അതോടുകൂടി പ്രിൻസിപ്പൽ ഡയറക്ടർ ഒഴിവായി. പ്രിൻസിപ്പൽ ഞാൻ വീടുണ്ടാക്കില്ല, നിങ്ങൾ മരമൊന്നും തന്നില്ല, ഞാൻ എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, എഴുതി തന്നതല്ലേ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പ്രിൻസിപ്പൽ ഡയറക്ടർ ഒമിഷൻ ഒഴിവായി, ഡിസ്ചാർജായി. അതോടുകൂടി ഷുവറിറ്റിയും ഡിസ്ചാർജായി. അതാണ് it does any act or omission, the legal consequence of which is the discharge of the principal debtor. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം, ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി when the creditor compounds with or gives time to, agrees not to sue the principal debtor. അപ്പോൾ ഇത് ഡിസ്ചാർജ്, അത് ഇതിൽ തന്നെ മൂന്നാമത്തെ പോയിൻ്റാണ്, കോണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്ററിലെ മൂന്നാമത്തെ പോയിൻ്റാണ്. ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി വെൻ ദ ക്രെഡിറ്റർ കോമ്പൗണ്ട്സ് ഒത്തീർപ്പ വ്യവസ്ഥകളേക്കും കൊണ്ടുവരിക. ഓർ ഗിവ്സ് ടൈം, കൂടുതൽ ടൈം കൊടുക്കുക. ഓർ എഗ്രീസ് നോട്ട് ടു സ്യൂ ദ പ്രിൻസിപ്പൽ ഡെറ്റർ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെറ്റർ പേരിൽ കേസ് കൊടുക്കില്ല എന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആര് ഡിസ്ചാർജ് ആവും? ഷുവറിറ്റി ഡിസ്ചാർജ് ആവും. കോമ്പസിഷൻ മേക്സ് എ കോമ്പസിഷൻ ഒത്തീർപ്പ്, ഷുവറിറ്റിയോട് ചോദിക്കാതെ ഒത്തീർപ്പ് വ്യവസ്ഥയിൽ എത്തിക്കുകയാണ്, ഷുവറിറ്റി അറിയാതെ. പിന്നെ പ്രോമിസ് ഗിവ് ടൈം, കൂടുതൽ ടൈം കൊടുക്കുകയാണ്. ഷുവറിറ്റി ഹാസ് എ റൈറ്റ് ടു, അപ്പോൾ സാധാരണ ഷുവറിറ്റി സമയമാകുമ്പോൾ ഷുവറിറ്റിക്ക് ഒരു അധികാരമുണ്ട്, ഒരു റൈറ്റ് ഉണ്ട്. നിങ്ങളുടെ സമയമായി, ഡേറ്റിൻ്റെ സമയം, നിങ്ങൾ വേറെ ആളുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറയാൻ. അപ്പോൾ അങ്ങനെ കേസ് കൊടുത്തും പറയാനുള്ള അധികാരവും അവകാശമുള്ള ഷുവറിറ്റിക്കുണ്ട്. പക്ഷേ ഇയാൾ കൂടുതൽ സമയം കൊടുത്താൽ, പ്രിൻസിപ്പൽ ഡെറ്റർക്ക് കൂടുതൽ സമയം കൊടുത്താൽ അത് പറയാൻ പറ്റില്ല. അപ്പോൾ അയാളുടെ ആ അവകാശം നഷ്ടപ്പെട്ടില്ലേ? അതോടുകൂടി ഷുവറിറ്റി ഡിസ്ചാർജായി. പിന്നെ പ്രോമിസ് നോട്ട് ടു സ്യൂ, ദ ക്രെഡിറ്റർ മേക്സ് എൻ എഗ്രിമെൻറ്റ് വിത്ത് ദ പ്രിൻസിപ്പൽ ഡെറ്റർ നോട്ട് ടു സ്യൂ ഹിം. അയാളുടെ പേരിൽ എന്തായാലും കേസ് കൊടുക്കില്ല എന്നൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയാൽ അതോടുകൂടി ഷുവറിറ്റിയും ഡിസ്ചാർജായി. അപ്പോൾ ഇതാണ് ഈ മൂന്ന് കാര്യം. അതായത് ഇതില്ലാതൊക്കെ വരുന്നത് കോൺട്രാക്റ്റ് ഓഫ് ദ ക്രെഡിറ്റർ. പിന്നെ മൂന്നാമത്തത് വരുന്നത് ബൈ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ്, മെയിൻ പോയിന്റിൽ മൂന്നാമത്തെ പോയിന്റ്, ബൈ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ഇൻവാലിഡേഷൻ എന്ന് പറഞ്ഞാൽ അസാധുവാവുക, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി അസാധുവാവുക. അതോടുകൂടി ഷുവറിറ്റി ഡിസ്ചാർജായി. എന്താണ്? ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ മിസ്റെപ്രസെൻറ്റേഷൻ സെക്ഷൻ 142. ബൈ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മൂന്നാമത്തെ പോയിന്റിൽ എ ആയിട്ട് എഴുതിക്കോളൂ. ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ മിസ്റെപ്രസെൻറ്റേഷൻ സെക്ഷൻ 142. തെറ്റിദ്ധരിപ്പിക്കലിലൂടെ ഒരു കോൺട്രാക്ട് ഗ്യാരണ്ടി ഒപ്പിടിക്കുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഒരു AC വാങ്ങി, AC. അപ്പോൾ ഷോപ്പ് കീപ്പർ പറഞ്ഞു ഇത് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്, കോപ്പർ എന്ന് പറഞ്ഞാൽ തീരെ ചീത്തയല്ല, വളരെ ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇയാൾ മെല്ലെ പൈസ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഗ്യാരണ്ടി നിൽക്കാം, ഇയാൾ എന്തായാലും പൈസയ്ക്ക് അടയ്ക്കും. 50,000 രൂപേൻ്റെ AC ആണ്. ശരി, ഇയാൾ പൈസയ്ക്ക് അടയ്ക്കും, റെഡി ആയിട്ട് അയാൾ അടച്ചില്ല, ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഷുവറിറ്റി നിന്നു. നിങ്ങൾ പോയി AC വാങ്ങി. കുറച്ച് നാളും AC ചീത്തയായി. അപ്പം നോക്കുമ്പം അത് അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയതാണ്, കോപ്പറല്ല. പക്ഷെ എന്താണ്, ഷോപ്പ് കീപ്പർ എന്നോട് എന്താ പറഞ്ഞത്, അത് ഫുൾ കോപ്പറാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ കോപ്പറാണ്. അപ്പം ഇവിടെ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ നടത്തി, തെറ്റിദ്ധരിപ്പിക്കൽ നടത്തി. അതോടുകൂടി ഞാൻ പറയും, ഞാൻ പൈസ തരില്ല, നിങ്ങളെന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്, ഇത്ര വേഗം കേടാവുന്ന AC ആണെന്ന് ഞാൻ കരുതിയില്ല, ഞാൻ നിങ്ങളെന്നോട് കോപ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇറ്റ് ഈസ്. അപ്പോൾ അതോടുകൂടി ഷുവറിറ്റി ഡിസ്ചാർജ് ആയി. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക? ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ മിസ്റെപ്രസെൻറ്റേഷൻ സെക്ഷൻ 142. A guarantee which has been obtained by means of misrepresentation made by the creditor with his knowledge and assent. അയാളുടെ അറിവും സമ്മതവും അറിവുണ്ടായിക്ക്. കൺസേണിങ് മെറ്റീരിയൽ പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ
മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ കാതലായ അതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധരിപ്പിച്ചാൽ അതോടുകൂടി കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡായി. രണ്ടാമത്തത് ബി, ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ കൺസീൽമെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് വരും, എസ്പെഷ്യലി ഫോർ ദി സ്റ്റുഡൻസ് ഓഫ് CA സ്റ്റുഡൻസ്. ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ കൺസീൽമെൻറ്റ്, ഒളിപ്പിക്കുക, മറച്ച് വയ്ക്കുക. എന്താ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. എനിക്ക് ഒരു ബാങ്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ബാങ്കിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ ഒരാളെ വേണം. അപ്പോൾ ആൾ മിസ്റ്റർ ഗോപാലനാണ് ഇപ്പോഴും കളക്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് കൊണ്ടുതരും. പക്ഷേ ഈ ഗോപാലൻ എന്ത് ചെയ്യും, 10 ലക്ഷം ഒക്കെ കളക്ട് ചെയ്ത് ഓടിപ്പോയി കളക്ട് ചെയ്താൽ അയാൾ മെല്ലെ 1 ലക്ഷമൊക്കെ അയാൾ മെല്ലെ എനിക്ക് തരില്ല, അക്കൗണ്ടേ ഇല്ല. അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗോപാല ഇത് ശരിയാവില്ല, നിങ്ങളിങ്ങനെ വളരെ സ്മാർട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഗോപാല ഇത് ശരിയാവില്ല, നിങ്ങൾ ഒരു ജാമ്യക്കാരനെ വേണം, നിങ്ങൾ പൈസ ഇങ്ങനെ എനിക്ക് തന്നില്ലെങ്കിൽ ജാമ്യം വേണമെന്നാണ്. അപ്പോൾ ഗോപാലൻ വേറൊരാളെ ജാമ്യക്കാരനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ ജാമ്യം ഒപ്പിട്ട് തന്നു. അത് ഗോപാലൻ എന്നാൽ പൈസ അടച്ചില്ലേ അയാൾ അടച്ചോളാം. പക്ഷേ ഈ ജാമ്യക്കാരനോട് ഈ ഗോപാലൻ ഇങ്ങനെ പണ്ട് കുറേ എപ്പോഴും പൈസ അങ്ങനെ തിരിമറിയാക്കുന്നുണ്ട്, എംബസൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും ഈ ഷുവർട്ടിയോട്, അതുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യക്കാരനെ വെച്ചത് എന്നുള്ള വിവരമൊന്നും ജാമ്യക്കാരനോട് പറഞ്ഞില്ല. ജാമ്യക്കാരൻ ജാമ്യം ഒപ്പിട്ടു. ഇനിയും ഗോപാലൻ വീണ്ടും പൈസ തിരിമറിയാക്കി. അപ്പോൾ ജാമ്യക്കാരൻ നോട്ടീസ് കൊടുത്തപ്പോൾ ജാമ്യക്കാരൻ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഇതിൻ്റെ മുമ്പൊക്കെ കുറേ പ്രാവശ്യം ഈ ഗോപാലൻ പൈസയൊന്നും അക്കൗണ്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ജാമ്യക്കാരനെ വിളിച്ചത്. അപ്പോൾ ജാമ്യം ഒപ്പിടുന്ന കാര്യത്ത് ഗോപാലിൻ്റെ സ്വഭാവ കാര്യമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതോടുകൂടി ഈ ഗ്യാരണ്ടി അതൊക്കെ കോടതിയുടെ മുന്നിലെത്തി കോടതിയിൽ തെളിയിച്ച് കഴിഞ്ഞാൽ the contract guarantee becomes invalid. നിങ്ങൾ എന്താ കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതുക, guarantee obtained by concealment section 143. Any guarantee which creditor obtained by keeping silence as to material circumstances. അതായത് അത് പറയാണ്ടിരിക്കുക, കീപ്പിംഗ് സൈലൻസ് എന്നാൽ മിണ്ടാണ്ടിരിക്കുക. ആസ് ടു മെറ്റീരിയൽസ് വളരെ കാതലായ കാര്യമല്ല. ഈ ഗോപാലൻ ഇങ്ങനെ പൈസ കട്ടിട്ടാണ് അയാൾ ജാമ്യക്കാരനെ വെച്ചതെന്നൊന്നും ഗോപാലൻ സ്മാർട്ടായാണ്, ഞാൻ ഗോപാലനെ തന്നെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഷുവർട്ടിയോട് പറയണ്ടേ, അതൊന്നും പറഞ്ഞില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരൊറ്റ പോയിന്റ് കൂടി എൻ്റെ കുട്ടികളെ, ഗ്യാരണ്ടി ഓൺ കോൺട്രാക്ട് ദാറ്റ് ക്രെഡിറ്റർ ഷാൽ നോട്ട് ആക്ട് until the quo surety joins. That is section 144. സെക്ഷൻ 144 എന്ന് എഴുതിക്കോളൂ. എന്താണ്, ഗ്യാരണ്ടി ഓൺ കോൺട്രാക്ട് ദാറ്റ് ക്രെഡിറ്റർ ഷാൽ നോട്ട് ആക്ട് ഓൺ ഇറ്റ് അൺടിൽ ക്വോ ഷുറിറ്റി ജോയിൻസ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് 10 ലക്ഷം രൂപ കടം വാങ്ങി, എന്നോട് മാഡം ഒന്ന് ഷുറിറ്റി ഒപ്പിട്ട് തരുമോ? ആ ശരിയാണ്, പക്ഷേ ഷുറിറ്റി 10 ലക്ഷത്തിൻ്റെ ബാധ്യത എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ, അതുകൊണ്ട് വേറൊരു ഷുറിറ്റിയും കൂടി വേണം, എന്നാലേ എൻ്റെ ഷുറിറ്റി ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ ഷുറിറ്റി ഒപ്പിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എഴുതി another one more surety should be there, എന്നിട്ടാണ് ഒപ്പിട്ടത്. ഓക്കെ, ഇവർക്ക് വേറെ ഷുവർട്ടിനൊന്നും കിട്ടിയില്ല. ഇയാൾ 10 ലക്ഷം കടം വാങ്ങി കുറച്ച് നേരം അയാൾ വീശവെത്തി, പൈസ ഒന്നും അടയ്ക്കുന്നില്ല. അപ്പോൾ എനിക്ക് നോട്ടീസ് വന്നു. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു, ആ ശരി, ഞാൻ ഷുവർട്ടിയാണ്, ഓക്കെ, പക്ഷെ വേറൊരു ഷുവർട്ടിയും കൂടി ഉണ്ടല്ലോ, അതെവിടെ? ആ ഷുവർട്ടിന് കിട്ടിയില്ല, മാഡം മാത്രമേ ഉള്ളൂ ഷുവർട്ടി. അപ്പം ഞാൻ അടയ്ക്കണോ പൈസ? വേണ്ട, എൻ്റെ ഷുവർട്ടി ഇൻവാലിഡായി, ആ കോൺട്രാക്റ്റ് ഇൻവാലിഡായി. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക, സെക്ഷൻ 144 where a person gives a guarantee, അതാണ് ഞാനാണേ, where a person gives a guarantee upon a contract that the creditor shall not act upon until another person has joined as co-surety. When there is a co-surety only, that will creditor should act. Creditor ആക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് നോട്ടീസ് അയക്കണമെങ്കിൽ വേറെ ഷുവറിറ്റിയും കൂടി വേണം. The guarantee is not valid if there is no surety and there is no co-surety. അങ്ങനെ co-surety കൂട്ട് ജാമ്യക്കാരൻ ഇല്ലെങ്കിൽ അതോടുകൂടി, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കൂട്ടുജാമ്യക്കാരൻ്റെ കൂടെ ഒരാളും കൂടി വേണം, ഇറ്റ് ഡിഡ് നോട്ട് ഗെറ്റ്, അതോടുകൂടി എൻ്റെ ഗ്യാരണ്ടി വാലിഡായി. അങ്ങനെ ഐ എം ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി. അപ്പോൾ ഈ 3 കാര്യങ്ങളിലാണ് ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി വരുന്നത്. ഓക്കെ, വി ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് ടോപ്പിക് ഓൾസോ. Thank you very much, my dear children. If you have any doubts, you can ask in the comment box. You can ask. I will surely, definitely, I'll answer your queries through a voice. If you give me a phone number, through phone you can ask. I'll give you through a voicemail. Definitely, I'll give you through a voicemail. So that is it. We have finished that topic also. Thank you very much.